തൊടുപുഴയിലെ കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ച് വരികയാണ്. കോൺഗ്രസിലേക്ക് കയറി കുഞ്ഞല്ലേ നേതാക്കന്മാര്. ഞാൻ മണ്ഡലം പ്രസിഡന്റായി കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്തമാണ്. അന്ന് EMS ഭരിക്കുന്നത്. അപ്പോൾ അതിനെതിരായിട്ടുള്ള മീറ്റിംഗ് സമരമൊക്കെ പതുക്കെ ഞങ്ങളുടെ മുട്ടത്തിലുള്ള വലിയ കോൺഗ്രസ്സുകാരും പലരും ഉണ്ട്. നല്ല നല്ല വീരം സ്വാതന്ത്ര്യ സമര സേനാനികൾ. അതിനു മുന്നം ഈ അവരുടെ എല്ലാം പേരുകളൊന്നും ഓർക്കുന്നുണ്ടെങ്കിൽ പല പേരും ഓർക്കുന്നുണ്ട്. CP-ക്കെതിരായിട്ടും ഒക്കെ അന്ന് സമരം ചെയ്ത ആളുകൾ, സ്കൂളിൽ പഠിക്കുമ്പോൾ മുദ്രാവാക്യം വിളിക്കുന്ന ആളുകൾ, മീറ്റിംഗ് നടത്തുന്ന ആളുകളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് മുട്ടത്തിൽ. അവരൊക്കെയാണല്ലോ കോൺഗ്രസ്സുകാരായത്. പിന്നെ ഏതായാലും ഞാൻ മണ്ഡലം പ്രസിഡന്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വേഷം മാറി പിന്നെ നടപ്പ് കഴിഞ്ഞപ്പോഴാണ് അന്നേരത്തേനും കമ്മ്യൂണിസ്റ്റ് ഭരണമായി 57. അപ്പോൾ എനിക്കും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ ഒരു അനുഭവം അതിന് വരുന്നുള്ളൂ. മണ്ഡലം പ്രസിഡന്റ് ആയ പിന്നെ ഞാൻ പഠിക്കാൻ പോയല്ലോ, തിരിച്ചും പഠിക്കാൻ പോയി. പിന്നെ അത് കഴിഞ്ഞല്ലേ സോഷ്യൽ വർക്ക് എടുക്കുന്നത്. ശരി. PG മദ്രാസിൽ തന്നെയാണ്? അല്ലല്ല, അത് മദ്രാസ് യൂണിവേഴ്സിറ്റി. ശരി. തേവര കോളേജിലാണ് അച്ഛൻ അതിൻ്റെ ഫാക്കൽറ്റി തുടങ്ങിയത്. തേവരയാണ്. അങ്ങാര് അമേരിക്ക കാലിഫോർണിയ യൂണിവേഴ്സിറ്റി പോയി സോഷ്യോളജി MA എടുത്ത് ഇവിടെ മദ്രാസ് യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റി തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് തേവര DSS ഡിപ്ലോമ ഇൻ സോഷ്യൽ സർവീസ് എന്നാണ് പേരന്ന്. അത് 57. അല്ലല്ല, ഞാൻ 57 മെയ് 13 കല്യാണം കഴിച്ചു. അതായത് സ്ഥാനലബ്ധിയും കോൺഗ്രസിലെ സ്ഥാനലബ്ധിയും കോൺഗ്രസ് ആയ പിന്നെ കല്യാണമൊക്കെ ഏകദേശം ഒരേ കാലഘട്ടത്തിൽ. കല്യാണം ഒരു വശത്തും ഇതൊക്കെ വേറെ വശത്തും. ശരി ശരി. ഈ ഞാൻ 57 ഇവിടെ ഒരു നേതാവും കോൺഗ്രസ് ആയ പിന്നെ കല്യാണം. ശരി. ഒരു ചെറിയ പ്രാസംഗികനും ആയ പിന്നെ. ശരി. അത് 57 ഇങ്ങനെ ആയിക്കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഇങ്ങനെ നാട്ടിൽക്കൂടെ ഇങ്ങനെ നടക്കുകയും അധികം കോൺഗ്രസ്സുകാർ ചേർക്കുകയൊന്നും വേണ്ട. കോൺഗ്രസ്സാന്ന് പറഞ്ഞ ആളുകൾ വരികയല്ലേ, വേറെ വലിയ വർക്കൊന്നുമില്ല ഇവിടെ. പിന്നെ വിമോചന സമരം ആരംഭത്തിൽ എനിക്ക് സമരത്തിൻ്റെ അതും കഴിഞ്ഞിട്ടില്ലേ, 87 തന്നെ വിമോചന സമരം തുടങ്ങിയില്ലല്ലോ. തുടങ്ങിയില്ല. അതിനുശേഷം അല്ലേ, ഏപ്രിൽ 5 തുടങ്ങി, ജൂലൈ 31 അവസാനിച്ചു. അവസാനം 59 പ്രസിഡന്റ് ആയ പിന്നെയാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. അങ്ങനെയാ. എനിക്ക് PT ചാക്കോയുമായിട്ടൊരു ബന്ധമുണ്ട്, അതാ ഞാൻ പറയാൻ പോകും. ശരി. ഞാൻ 57 കഴിഞ്ഞിട്ട് ഞാൻ മെയ് മാസം 13-ാം തീയതി, അല്ലെങ്കിൽ മറ്റേത് പ്രസിഡന്റായത് എന്നാന്ന് കൃത്യത 56 കഴിഞ്ഞ് 57 ആരംഭത്തിലാണ്. ഞാൻ 57 മെയ് 13 കല്യാണം കഴിച്ചു. ശരി. കാരണം ഇവിടെ ആരുമില്ല. ഞാൻ വരുമ്പോൾ പഠിത്തം കഴിഞ്ഞ് വരുമ്പോൾ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ. അങ്ങ് മുൻപ് സൂചിപ്പിച്ചതുപോലെ അങ്ങയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ സഹോദരിയാണ്. അടുത്ത സുഹൃത്തിന്റെ സഹോദരിയാണ്. കാരണം പുള്ളിക്ക് ഒരു ജേർണലിസം വേണ്ടെന്ന് വെച്ചിട്ട് DBA പുള്ളി അന്ന് BA നാഗപ്പൂർ BA കഴിഞ്ഞ് വെച്ചിട്ട് പുള്ളി ജേർണലിസം കോഴ്സ് പാസ്സായി കഴിഞ്ഞ് DBA ജേർണലിസ്റ്റായിട്ട് കുറേ കാലം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പുള്ളി അത് വേണ്ടെന്ന് വെച്ചിട്ട് ഈ തൊടുപുഴ ഒരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങി. കാരണം അതിന് പുള്ളിയുടെ ഒപ്പൻ ഒരു വൈദ്യനായിരുന്നു. പുറക്കാട്ട് വൈദ്യൻ എന്ന് പറയുന്ന പഴയ കാലത്തെ വിഷകാരിയും നാട്ടുവൈദ്യനൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ നാട്ടുകാരുടെ ഈ കിഴക്കൻ പ്രദേശങ്ങളിലുള്ള ആളുകളുടെ എല്ലാം കുടുംബ വൈദ്യനാണ്. അപ്പം അങ്ങനെ അത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ നിത്യ സന്ദർശകനായി. ഇപ്പം ഈ മണ്ഡലം പ്രസിഡൻ്റൊക്കെ ആണല്ലോ, തൊടുപുഴയാണല്ലോ സാധാരണ. അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരിക്കൽ പുള്ളി പറഞ്ഞു, എന്നെ കോളേജിൽ ചേർക്കാൻ വന്നിട്ടുള്ളതും പുള്ളിയാണ്. 4 കൊല്ലം മുമ്പ് ഇൻ്റർമീഡിയറ്റിന് ചേർക്കാനുള്ള ആളാണ്. അപ്പോൾ പുള്ളി എന്നോട് ഇങ്ങനെ ചുമ്മാ സജസ്റ്റ് ചെയ്തു. ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. കാരണം എനിക്കിപ്പം തുടങ്ങാണ്ടിരുന്നോ അങ്ങനൊരു ഇതേപ്പറ്റി ചിന്തിക്കുന്ന പോലുമില്ല. അങ്ങനെ നടന്നു. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലും നാട്ടിലും അയൽവക്കത്തുമൊക്കെ കല്യാണാലോചനകൾ തുടങ്ങിയപ്പം ഇവിടെ അമ്മയ്ക്ക് വലിയ നിർബന്ധമായി. കാരണം അമ്മയും അപ്പനും തന്നെ ഉള്ളൂ. ഒരു പെങ്ങളുണ്ടായിരുന്നു, അതിനെ കല്യാണം കഴിച്ചു വിട്ടു. അത് കല്യാണം കഴിച്ചിരിക്കുന്നത് പ്രൊഫസർ TK മാണി സാറിൻ്റെ കസിനാണ്, മരങ്ങാട്ടുപുള്ളിക്കാരനാണ്. തടത്തില നിങ്ങളുടെ കരിമണ്ണൂർ തട്ടക്കുഴ പ്രദേശത്ത് കൊച്ചേട്ടൻ്റെ അനിയനാണ്. പുള്ളി അന്ന് തേവര കോളേജിൽ പഠിപ്പിക്കും. പുള്ളിയെ കൊണ്ട് പെങ്ങളെ കല്യാണം കഴിച്ചു. ഞാൻ കൃഷിയും കോളേജിൽ പഠിക്കുന്ന കാലത്ത് കല്യാണത്തിന് അന്ന് വരാൻ എനിക്ക് പറ്റിയില്ല. അന്ന് കണ്ട് പരീക്ഷയായിട്ടായിരുന്നു ഞാൻ വന്നുപോയില്ല.
അത് കഴിഞ്ഞ് പിന്നെ വന്ന പിന്നെ അളിയനെ പരിചയപ്പെടുന്നത് അന്നിൽ തന്നെ അളിയനെ ദേവഗിരി കോളേജ് തുടങ്ങി. ആദ്യത്തെ ബാച്ചിൽ പ്രിൻസിപ്പൾ തേവരയിലെ തിയോഡോസ് അച്ഛൻ, പിന്നെ തേവരത്തെ സ്റ്റാഫ് ഒരു 2-3 പേര്, പിന്നെ റെയ്നോൾഡ്സ്, ഞാൻ പറഞ്ഞില്ലേ എന്നെ കാറ്റിസം പഠിപ്പിച്ചിട്ടുള്ള റെയ്നോൾഡ്, കൊളംബസ്, അങ്ങനെ ഒരു 5-6 അച്ഛന്മാരും ഒക്കെ ആയിട്ട് ദേവഗിരി കോളേജിൽ CMIക്കാർ സ്ഥലമെടുത്ത് കോളേജ് തുടങ്ങി. തിയോഡോസ് പ്രിൻസിപ്പളും. അപ്പം അളിയനെ അവിടെ പഠിപ്പിക്കുക. പിന്നെ വേറെ ആരുമില്ല ഇവിടെ, അപ്പനും അമ്മയേ ഉള്ളൂ. അപ്പന് ആരോഗ്യമുണ്ട്, അതുകൊണ്ട് പുള്ളി വിഷമമൊന്നുമില്ല. അമ്മയ്ക്ക് തീരെ ആയിരിക്കും കുറവാണ്. അതുകൊണ്ട് ഞാനിന്ന് വരാനിരിക്കുക ഇത് കല്യാണം കഴിപ്പിച്ചിട്ട് ആളെ നിർത്താൻ. അന്നത്തെ കാലത്ത് ഇങ്ങനെ വീട്ടിൽ പഠിത്തം കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ കല്യാണം കഴിച്ച് വീട്ടിൽ നിൽക്കുക, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കാന്നുള്ള അല്ലേ, വേറെ അവനെ ലക്ഷ്യമൊന്നുമില്ലല്ലോ. വിവാഹത്തിനപ്പുറം രാഷ്ട്രീയ പ്രവർത്തനത്തോട് വീട്ടിൽ നേർപ്പുണ്ടായിരുന്നു. ഒരു ഇതുമില്ല. രാഷ്ട്രീയ പ്രവർത്തനം പ്രസംഗം പറയുന്നതൊക്കെ പാപ്പനൊക്കെ ഇഷ്ടമാണ്. ചേട്ടന്മാരും, ചേട്ടനാണെങ്കിൽ വലിയ കോൺഗ്രസ്സുകാരനാണ്, ഉടുമ്പന്നൂര് പഞ്ചായത്ത് മെമ്പറും ഒക്കെയാണ് അവിടെ, മൂത്ത ചേട്ടന് തൊമ്മച്ചൻ ചേട്ടൻ. അപ്പോൾ ആർക്കും എതിർപ്പൊന്നുമില്ല. തന്നെയല്ല ഇവിടത്തെ പണികളിലൊന്നും ബാധിക്കുന്നൊന്നുമില്ലല്ലോ. നമ്മളെന്നാൽ പണിയൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ തെങ്ങ്, കുരുമുളക് കഴിഞ്ഞ് വെച്ചിട്ട് അടുത്തത് തെങ്ങായായിരുന്നു. തെങ്ങായി കഴിഞ്ഞാൽ പിന്നെ ആണ്ടില്ല 4 പ്രാവശ്യം 5 പ്രാവശ്യം തേങ്ങ ഇടുക, വിൽക്കുക, കാശ് പഠിക്കുക എന്നുള്ളതല്ലാതെ വലിയ പണിയില്ല. കാമുകവും വേറെ ഞങ്ങൾക്ക് ഈ നിലവില്ല. അമ്മ ഇവിടെ കരഭൂമി മാത്രമേ ഉള്ളൂ. ശരി. നിലമുള്ളത് ഞങ്ങളുടെ മറ്റു കുടുംബക്കാർക്ക്, അവർക്കൊക്കെ നിലമുണ്ട്. അപ്പോൾ അപ്പൻ സാധാരണ പറയാറുണ്ട്, നിലം ഉള്ളവർ കണ്ടം കലക്കി അവൻ്റെ ജീവിതം മുഴുവൻ പോകും, കരയുള്ളവർ പണി വെച്ചിട്ട് 5 കൊല്ലം പണിതാ വീട്ടിലിരിക്കാം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ലാൻഡിങ് ആണ് നല്ലതെന്നാണ് കണക്കൂട്ടിൽ ഞങ്ങളുടെ അനുഭവം. അത് തന്നെയാണ്. കിഴക്കോട്ട് പോയവർ, ഈ കുടിയേറ്റത്തിന് പോയവരെല്ലാം മണ്ണ് നോക്കി പോയത്, നിലം നോക്കിയല്ല പോയത്. കുരുമുളകിന് പറ്റിയ സ്ഥലം, തെങ്ങിന് പറ്റിയ സ്ഥലം, കൊടിക്ക് പറ്റിയ സ്ഥലം, അങ്ങനെ നോക്കിയില്ല മലക്കെല്ലാം പോയത്. മലബാറിന് പോയതും അങ്ങനെയാണ്. അങ്ങനെ ആയതുകൊണ്ട് അതിന് നേരം ഉണ്ടായിരുന്നു. കല്യാണം കഴിച്ച് ഇവിടെ ആളുമായി. അപ്പം കല്യാണത്തിൻ്റെ പ്രത്യേകത പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഇത് ഇത് തന്നെ ഈ വധുവിനെ സംബന്ധിച്ചിടത്തോളം ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നത് ആളിൻ്റെ മറ്റ് കഴിവുകളൊന്നുമല്ല, ആൾ വീട്ടിലിരിക്കാൻ കൊള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ പണിക്കാരുടെ കൂടെ കണ്ടത്തിലിറങ്ങി നടാനും കൂടും, പിന്നെ മുറ്റമടിക്കും, ചൂലടിക്കും, ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ കിട്ടിയതുകൊണ്ട് അത് മതി എന്നൊക്കെ പറഞ്ഞു. ഞാൻ നോക്കിയപ്പം കൂട്ടുകാരൻ്റെയൊക്കെ പെങ്ങളുമാണ്, കണ്ടാലും വലിയ മോശമില്ല. പിന്നെ പലരും ആഗ്രഹിക്കുന്നുമുണ്ട്. നമുക്ക് ഓഫർ ചെയ്ത് പാട്ടെന്ന് ഞാനും കരുതി. ഞാൻ കല്യാണം കഴിച്ചു. കല്യാണത്തിന് വന്നത് AC ചാക്കോ സാർ വന്നു നോക്കുന്നുണ്ട്. ഈ മെയ് 13-ാം തീയതിക്ക് 12-ാം തീയതി വന്നു. പുള്ളി MLA. ഞങ്ങളുടെയാണോ തൊടുപുഴയാണോ എന്ന് എനിക്ക് തോന്നുന്നു. ചേട്ടൻ്റെ വലിയ ഫ്രണ്ടാണ്, തൊമ്മച്ചൻ ചേട്ടൻ. അതുകൊണ്ടാണ് പുള്ളി വിളിച്ചു വന്നു. തലേദിവസം വന്നു പുള്ളി. അപ്പം ഞാൻ നിങ്ങളുടെ വോട്ട് ചെയ്യണ്ട എന്നായിരിക്കും തോന്നുന്നു. പറയാം 54 തൊടുപുഴ MLA 57 കാരിക്കോട് മണ്ഡലമായി. എന്നാലും തൊടുപുഴ 54-57 കാലഘട്ടത്തിലാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് കാരിക്കോട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപായിരിക്കാം. അതായിരിക്കും. ഞാനന്ന് ഇലക്ഷനൊന്നും ഞാൻ അതിന് മുമ്പ് കൂടുതലായിട്ട് ഓർക്കത്തില്ല. മണ്ഡലം പ്രസിഡൻ്റായ പിന്നെയും ആയിട്ടുള്ള ആദ്യമായിട്ട് കൂടിയത് AC ചാക്കോ കുസുമത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം 57. അന്ന് കുട്ടിവാള് ബൊമ്മ വന്നപ്പം കുട്ടിവാള് ബൊമ്മനെ കൊണ്ട് ഈ തെക്കൻ പ്രദേശം മുഴുവൻ നടന്നത് ഞാനാണ്. മുട്ടത്തിൽ നിന്ന് കൊടയത്തൂർ, ആർക്കുളം, മൂലമറ്റം, ആ ഏരിയയിലെല്ലാം മലയെല്ലാം കയറി കുട്ടിവാള് ബൊമ്മ കേട്ടിട്ടുണ്ടോ? കുട്ടിവാളി അമ്മ നമ്മുടെ മലബാറിലെ KPCC മെമ്പറോ ആയിരുന്നു, മലബാറുകാരിയായിരുന്നു അവർ. കുട്ടുമാളു അമ്മ വലിയ പ്രസിദ്ധിയായ നേതാവായിരുന്നു. അറിയപ്പെടുന്ന ഇന്ത്യയിലാകമാനം അറിയപ്പെടുന്ന ഒരു നേതാവായിരുന്നു കുട്ടുമാളു അമ്മ. ആരെ വലിയ പ്രസംഗമൊന്നുമില്ല കേട്ടോ, ഒന്ന് സംസാരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ആരാണ്ട് പ്രസംഗിക്കാൻ വടക്കൻ ഇന്ത്യയിൽ നിന്ന് വന്നൊക്കെ തർജ്ജിമ ചെയ്യാനും പോയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് തർജ്ജിമക്കാരനല്ല, എനിക്ക് മനസ്സിലാകും, എനിക്ക് മനസ്സിലായത് ഞാനങ്ങ് പറയും. അത് പറഞ്ഞ് ജാമ്യം എടുത്തേച്ച് ഞാൻ തർജ്ജിമ ചെയ്തിട്ടുണ്ട്. പിന്നെ അക്കാലത്ത് മണ്ഡലം പ്രസിഡന്റ് നിലയിൽ സർക്കാരിനെതിരെ പ്രക്ഷോഭങ്ങളോ അന്ന് തുടങ്ങിയത് ആരംഭത്തിലൊന്നുമില്ല. ആരംഭത്തിലൊന്ന് PT ചാക്കോ അന്ന് 57 ഞാൻ കയറുമ്പോൾ അത്
പി.ടി. ചാക്കോ മന്ത്രിസഭയിലുണ്ടോ? പ്രതിപക്ഷ ആ, പ്രതിപക്ഷ നേതാവ്. തൊടുപുഴയിൽ അതാണ് പുള്ളിയുടെ. തൊടുപുഴയിൽ നിന്നുള്ള CA മാത്യു ചീഫ് വിപ്പ് ആയിരുന്നു. ചീഫ് വിപ്പ് പ്രതിപക്ഷ നേതാവ് അല്ല, ചീഫ് വിപ്പ് തൊടുപുഴയിൽ നിന്നുള്ള CA മാത്യു ചുരാപ്പുഴ. അല്ല, എങ്ങനെ അന്നേരം പ്രതിപക്ഷ പ്രതിപക്ഷ പാർട്ടിയുടെ ചീഫ് വിപ്പ്. അത് ശരിയായിരിക്കും, കോൺഗ്രസ് പാർട്ടിയുടെ. അപ്പൊ കരിക്കോട് MLA അന്നേരം ആരാ ഭരിക്കുന്നത്? അന്ന് ഇടതുപക്ഷം 57-59 ഇവര് ഭരണം തുടങ്ങി. അതെ. ശരി. കുസുമൻ ജോസഫ് MLA ആണ്, CA മാത്യു MLA ആണ്, പിന്നെ P.T. ചാക്കോയും MLA ആണ് പ്രതിപക്ഷ നേതാവ്. എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞങ്ങൾ ഒരിക്കലും തൊടുപുഴയാണ്ട് ഒരു മീറ്റിംഗ് ഒക്കെ കൂടിയപ്പം എൻ്റെ അടുത്ത് വന്ന പോലീസുകാരെ പറ്റി അയാളുടെ പരാതിയൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ആഭ്യന്തരമന്ത്രി വരുന്നുണ്ടെന്നുകൊണ്ട് പുള്ളി പറയണം, ഒരു പോലീസുകാരനെ ഇവിടുന്ന് മാറ്റണം എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ ചെന്നപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ, മണ്ഡല ഓഫീസിൽ ചാക്കോ സാറുണ്ട്, അവിടെ കയറി പുള്ളിയായിട്ട് ഞാൻ അന്നൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് പറഞ്ഞു, എനിക്ക് റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ഏടാ കൊച്ചനെ, ഈ പോലീസുകാരെയൊക്കെ മാറ്റുന്നതൊക്കെ നമ്മളെന്നും വിട്ട് പോകണ്ട, അതൊക്കെ ചെറിയ കാര്യങ്ങൾ. അത് തന്നെയല്ല, ഞാനിപ്പം പറഞ്ഞു തന്നതാണ്, ഇതിനൊക്കെ ഞാനൊക്കെ ഇടപെട്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ചീപ്പ് കാര്യങ്ങളാണ്. അങ്ങനെയൊന്നും അല്ല. നമ്മളൊക്കെ അസംബ്ലിയിലുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ജനറലായിട്ടല്ലേ പറയും. ചെറിയ കാര്യങ്ങൾ നിങ്ങൾ അവിടെ പറഞ്ഞ് ശരിയാക്കും. SIയുടെ ഒരു കംപ്ലൈൻ്റ് ആണെങ്കിൽ SIയുടെ എടുത്ത് കൊടുക്കുക, അയാളത് എന്തെങ്കിലും ചെയ്യുക. അത് കഴിഞ്ഞാൽ അയാളുടെ പേരിലോ അതിൻ്റെ മീതമില്ല വന്നാൽ ഞങ്ങളോടൊക്കെ പറ എന്നൊക്കെ പറഞ്ഞ അഡ്വൈസ് തരികയത് പുള്ളി. ഞാനിന്ന് പയ്യനുമാണല്ലോ. അപ്പോൾ അക്കാലത്ത് തന്നെ അധ്യാപന ജോലിയിൽ പ്രവേശിച്ചിരുന്നോ? അധ്യാപനം വരുന്നുള്ളൂ. ശരി. കല്യാണം കഴിഞ്ഞൊരു മകനും കൂടെ ഉണ്ടായ പിന്നെ അറുപതിലാണ്. ശരി. അപ്പൊ വിമാന സമരത്തിന് ശേഷമാണ്? വിമാന സമരത്തിന് ശേഷം. അല്ല, ഞാൻ അന്ന് 22 ഇനി വന്നല്ലോ ഉള്ളോ. ഈ സ്കൂളിൽ നിന്ന് SLC പാസ്സായിട്ട് 3 കൊല്ലം 4 കൊല്ലമല്ലേ ആയുള്ളൂ. ശരി. അവിടെ തന്നെ കയറി പഠിപ്പിക്കണ്ടേ. അപ്പോൾ ഏതായാലും അത് കഴിഞ്ഞ് 60 ആയപ്പോൾ 61 ആയപ്പോൾ എന്നെ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ചത്. ഒന്ന് ഇടപെട്ടോട്ടെ, അതിന് മുൻപ് വിമോചന സമരം നടക്കുകയാണല്ലോ. ആയില്ല, 59 അപ്പോ ഒരുപാട് പറയാനുണ്ട്. അത് സാധാരണ കമ്മിറ്റി കൊടുക്കുമ്പോൾ തലക്കൻ സാർ പ്രസിഡന്റാണ്. കമ്മിറ്റി നിയോജക പ്രസിഡന്റാണ്. ഈ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ MLA-മാരൊന്നും നിയോജക കമ്മിറ്റിയിലൊന്നും വരികയില്ല. MLA-മാർക്ക് പാർട്ടി എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമല്ല. പാർട്ടി എന്ന് പറയുന്നത് കുറച്ച് ആളുകളുടെ മാത്രം പ്രവർത്തന രംഗമാണ്. ഒരു തലക്കൻ സാറും ഞങ്ങൾ കുറച്ച് ആളുകൾ നടന്ന് ചെയ്തോണം. MLA-മാർ അസംബ്ലിയിൽ പോവുക, കാര്യങ്ങൾ നടക്കുക, കാര്യങ്ങൾ പോവുക. പുതു കമ്മിറ്റി പോലും ഒരു MLA-മാർ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു അത്ഭുതമായിട്ട് തോന്നുമായിരുന്നു. ഇപ്പോഴാണ് MLA എന്നല്ലേ വിളിച്ചു കൊടുത്തത്. MLA വന്നില്ലേ പാർട്ടി വിടും. അന്ന് അങ്ങനെയല്ല. അന്ന് MLA എന്ന് പറയുന്ന ഒരു വലിയ പൊസിഷനായിപ്പോയി. ഏതായാലും അന്ന് പോവുമായിരുന്നു. അത് കഴിഞ്ഞ് വിമോചന സമരം കൊണ്ട് 59 ആക്കുന്നതിന് മുന്നേ തന്നെ അധികം പ്രവർത്തനമൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. പിന്നെ EMS-നെ പറ്റി ഒക്കെ പ്രതിപക്ഷ മീറ്റിങ്ങുകളും വയ്ക്കപ്പോഴും ഞങ്ങൾക്ക് എതിർപ്പ് തൊടുപുഴ മുട്ടത്തിൽ എന്ന് പറഞ്ഞാൽ 5 കമ്മ്യൂണിസ്റ്റുകാരേ ഉള്ളൂ. ആർക്കും എന്നെ എതിർക്കാനോ കോൺഗ്രസിനെ പറ്റി എന്നാ പറയാൻ. പിന്നെ അവർ നന്നായിട്ട് നല്ല കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്മ്യൂണിസ്റ്റ് KK നാരായണൻ എന്ന് പറഞ്ഞൊരു ഈഴവനായിരുന്നു. നല്ല പെരുമാറ്റവും നല്ല സംരക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ അവരെ പറ്റിയൊക്കെ പുറത്ത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സ്റ്റാലിൻ്റെ ആളുകളാണ് മറ്റേതൊക്കെ പറയും. അത് വേറെ. ഇത് പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ആളുകളായിരുന്നു. അവരിവിടുന്ന് കുടിയേറി ഇവിടെ പോയി പുലി അവിടെ ഈ വള്ളത്തോലിൻ്റെ വള്ളത്തോലിൻ്റെ അപ്പുറേ ഒരു സ്ഥലത്തോട്ട് കുടിയേറിപ്പോയി. എല്ലാം തന്നെ പോയി. അതാ കഴിഞ്ഞ് വിമോചന സമരം ഇവിടെ ആരോടും വലിയ എതിർപ്പില്ല. എന്നാൽ അന്ന് സമരത്തിന്റെ കേന്ദ്രം തൊടുപുഴയായിരുന്നു. മുട്ടത്തൊന്നുമില്ല. ഞങ്ങളൊക്കെ ഇവിടുന്ന് അങ്ങ് പോവുകയല്ലേ. എല്ലാ ദിവസവും രാവിലെ ഒരു 8 മണിയാകുമ്പോൾ ഇറങ്ങും. കാപ്പി കൂടി പഴയമറ്റം മുതൽ ഒരു 10 ആളുകൾ ഇങ്ങനെ കൂടി മുദ്രാവാക്യം പിടിച്ച് വലിയ രസകരമായ മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ട്. പകുതി അശ്ലീലമാണെന്ന് പറയാം കേട്ടോ. അതെല്ലാം പറഞ്ഞിങ്ങനെ അങ്ങ് പോവും. മുട്ടത്ത് ചെല്ലുന്നവർ ഞാൻ ഓർക്കുന്നതിൽ കൂടെ വരുന്ന ഉറ്റ്യാനിയില്ല. ഉറ്റ്യാനിയെന്ന് കൂടയിൽ കണ്ട് പഠിക്കുന്നുള്ളൂ. ചെറിയാനുണ്ട്. ചെറിയാനുണ്ടെന്ന് പറഞ്ഞാൽ അവൻ 10ാം ക്ലാസ് കഴിഞ്ഞ് പഠിച്ചില്ല.
അപ്പം അന്ന് മുതലേ അവൻ രാഷ്ട്രീയമാണ്. അവൻ്റെ അപ്പൻ വലിയ കോൺഗ്രസ്സുകാരനായിരുന്നു മുട്ടത്തിലെ. അത് ഞാൻ പറഞ്ഞില്ലേ, പഴയ കോൺഗ്രസ്സുകാർ കുറേ പേരുണ്ടായിരുന്നു. അപ്പം അതിൽപ്പെട്ട അതുകൊണ്ട് ചെറിയാൻ ഇഷ്ടം പോലെ പോകാമായിരുന്നു. തൻ്റെ അല്ല ചെറിയാനൊരു തൊഴിലും ഉണ്ടായിരുന്നു. അവനോട് ഓയിൽ മില്ലിലെ ഒരു നടത്തിപ്പുകാരനായിരുന്നു. മുട്ടത്തെ പള്ളിവാതിക്കലെ സെക്രട്ടറി. ആ മില്ലിലെ ഒരു ഒരു ഹെൽപ്പറായിട്ട് പുള്ളി അങ്ങനെ പുള്ളി മാനേജ്മെൻറ്റ് ഹെൽപ്പറായി. അതുകൊണ്ട് ചെറിയാനിങ്ങനെ നടക്കാൻ സൗകര്യം കിട്ടി. തീപ്പൊരി പ്രസംഗവും പറയും. തീപ്പൊരി എന്ന് പറഞ്ഞാൽ ഒരസുഖവും ഇല്ലാത്ത കാര്യങ്ങൾ തന്നെ പറയും. കേൾക്കുന്നവനൊന്നും മനസ്സിലാകില്ല, ഒച്ചയും ബഹളവും മാത്രം. ഇറങ്ങി വരുമ്പോൾ ഞങ്ങളൊക്കെ കളിയാക്കാറുണ്ട്, നീ പറഞ്ഞൊക്കെ പണ്ടത്തിലോടാ, അത് ആര് കേൾക്കാനാ, ആര് കേട്ടാലിനാ, അവൻ്റെ ഒക്കെ കേൾക്കുന്നവർക്ക് ബുദ്ധിയില്ല, നമുക്കല്ലേ ബുദ്ധിയുള്ളൂ എന്ന് പറയും അവൻ. അതായിരുന്നു ചെറിയ. അങ്ങനെ തൊടുപുഴയെ ഓർക്കുന്നതിൽ കുന്നപ്പള്ളി നന്നായിട്ട് ഓർക്കുന്നുണ്ട്. കുന്നപ്പള്ളി ഒരു ആടൻ പ്രവർത്തകനായിരുന്നു. ഇവിടുത്തെ ഈ കരിമണ്ണൂര്, പിന്നെ താൽക്കൻ സാറ്, കുന്നപ്പള്ളി, പാപ്പച്ചേട്ടനെ ഓർക്കുന്നുണ്ട്, മുടൂര് കുഞ്ഞുട്ടിച്ചേട്ടനെ ഓർക്കുന്നുണ്ട്, ഉടമ്പന്നൂര്, മുതലക്കോടത്തുനിന്ന് കെ ജെ കുഞ്ഞേട്ടൻ, പിന്നെ മുതലക്കോടത്തെ ആൾ കുട്ടിസാഹിബായിരുന്നു, മുഹമ്മദ് കുട്ടിസാഹിബ് അത് KPC മെമ്പർ വരെ ആയിരുന്നു. പനമ്പള്ളിയുടെ കാലത്ത് പുള്ളി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിരുന്നു. അന്ന് ചെറുമാട്ടയിലെ ചെറുമാട്ടയിൽ ചേട്ടന്. പിന്നെ ഇങ്ങോട്ട് മാറിയാൽ കരിങ്കുന്നത്തുനിന്നുണ്ട ചേട്ടന്മാർ, പ്രത്യേകം അതിൻ്റെ പേരും ഒന്നും ഓർക്കുന്നില്ല. തൊടുപുഴയുള്ള ആളുകളെ വലിയ പിടിയില്ല. TK തോമസിനെ ഓർക്കുന്നുണ്ട്. TK തോമസ് പുതുപ്പരിയാരം പഞ്ചായത്തിൻ്റെ അങ്ങനെയൊക്കെ ഉണ്ട് കമ്മിറ്റിയിൽ. ഞാനന്ന് താലിക്കൻ സാറിനെതിരായിട്ട് നിയോജകമണ്ഡലം പ്രസിഡന്റായിട്ട് ഇലക്ഷൻ നിന്നിട്ടുണ്ട്. ശരി, ഒരു വർഷം ഇലക്ഷൻ വന്നപ്പോൾ ഈ താലിക്കൻ സാറിനെ എല്ലാവരും മണ്ഡലം പ്രസിഡന്റ് നിയോജക മണ്ഡലം പ്രസിഡന്റിനെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായി. മണ്ഡലം പ്രസിഡന്റ്മാർക്ക് ആയിരിക്കാമല്ലോ. ഞങ്ങൾ ഓരോ മണ്ഡലത്തിൽ നിന്നുള്ള ആളുകളല്ലേ നിയോജക മണ്ഡലം തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ വന്നപ്പോഴിപ്പം ഞാനൊക്കെ വലിയ മെമ്പറാണ്, DC മെമ്പറും കൂടെ അല്ലേ. എനിക്ക് താഴെ 2 പേരും കൂടെ ഉണ്ട് നിയോജകമണ്ഡലത്തിൽ. വേറെ ആരോ ഞാൻ ഓർക്കുന്നില്ല അവരാരോ. അപ്പോൾ ആരാണ്ടൊക്കെ ഈ തലക്കൻ സാറിനോട് എല്ലാ കൊല്ലവും പുള്ളി എതിരില്ലാതെ തിരഞ്ഞെടുക്കുന്ന ആളാണ്. അങ്ങനെ പോകണ്ട സാറ്, പിന്നെ എതിർക്കാൻ ആളുകളുണ്ട്, കഴിവുള്ള വേറെ പിള്ളേരുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നോട് ആരാണ്ട് ചോദിച്ചിരുന്നു, നിനക്ക് നിൽക്കാൻ പോകണം. ഞാൻ പറഞ്ഞു, ഞാൻ ആർക്കും വേണ്ടതിനെതിരായിട്ട് നിൽക്കാം, CMത്തിനെതിരായിട്ട് നിൽക്കണോ, ഞാൻ നിൽക്കാം. ചാക്കോയ്ക്ക് എനിക്കെന്നാ, ഞാൻ നിൽക്കാം, വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ നിന്നു. എന്നിട്ട് എനിക്ക് 8 വോട്ട് കിട്ടി. പക്ഷേ കൺസാറിന് 22 കിട്ടി. സന്തോഷം. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. വർക്ക് ചെയ്യണം, വർക്ക് ചെയ്യാതെ വോട്ട് കിട്ടുമെന്ന് ചോദിച്ചു ചേച്ചി. ചേച്ചി ചേച്ചി എന്താ വർക്കാണ് ചെയ്യുന്നതെന്ന് ഞാനും ചോദിച്ചു. അല്ലാതെ ചേച്ചി ഉണ്ടോ ഫീൽഡിൽ ഇറങ്ങോ പിടിക്കുമല്ലോ ചെയ്യുന്നത്, ചുമ്മാ വല്ലയിടത്തും പ്രസംഗിക്കാൻ പോകുന്നല്ലാതെ. അങ്ങനെ ആയിരുന്നു കോൺഗ്രസ് കാലം. അത് കഴിഞ്ഞ് ഏപ്രിൽ അവസാനം വിമോചന സമരം കാലം ഉണ്ടായപ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങളും ബഹളങ്ങളും എന്ന് വേണ്ട. തൊടുപുഴ ചെല്ലുക, ഏതെങ്കിലും ആഫീസ് പിക്കറ്റ് അങ്ങ് സമരത്തിനോട് ചേർന്ന് സമരം നയിക്കുമ്പോഴും എല്ലാം കേസുകളിൽ പെടുകയും ബുദ്ധിമുട്ടില്ല വരികയും ചെയ്തു. കേസുകൾ വരുമല്ലോ, സ്വാഭാവികമല്ലേ. ഇവിടെ ഞങ്ങളെ കമ്മിറ്റി ഉണ്ടാവും ഓരോ പഞ്ചായത്തിനും. ഇവിടെ ഒരു കമ്മിറ്റി വരുമ്പോൾ പ്രസിഡന്റ് ഞാൻ, പിന്നെ ഇത് ഒരു മണ്ഡലം സെക്രട്ടറി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് MV ജോൺ ഡോക്ടർ, ഒരു ഡെന്റിസ്റ്റ് ഉണ്ടായിരുന്നു, പഴയ തിരുവല്ലക്കാരനാണ്. അങ്ങാരായിരുന്നു എൻ്റെ സെക്രട്ടറി. ട്രഷറർ ഇവിടെ തുടങ്ങാട്ടിലെ ഒരു TA തോമസ് സാർ എന്ന് പറഞ്ഞ സാറുണ്ട്, അങ്ങാരായിരുന്നു ട്രഷറർ. പിന്നെ അങ്ങനെ ട്രഷറർ ഇത്രയേ ഉള്ളൂ. പിന്നെ പിരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞാൽ അല്ല, എരിപ്പുഴിക്കരെ ഒരു ചേട്ടനുണ്ടായിരുന്നു, സ്വല്പം സാമ്പത്തികമുള്ള ഒരു ചേട്ടൻ, ഞങ്ങളുടെ ട്രഷറർ. അന്ന് വിമോചന സമരം വന്നപ്പോഴാണ് പ്രത്യേകിച്ച് കമ്മിറ്റി ഉണ്ടാക്കിയത് ട്രഷറർ. അപ്പോൾ സമരത്തിന് പോകുമ്പോൾ ഈ പിള്ളേർക്കൊക്കെ ചിലവിന് കൊടുക്കണം. ശരി, അവിടെ ചെല്ലുമ്പോൾ ചാപ്പാട് ഉച്ചയ്ക്ക് ഉണ്ണാൻ കൊടുക്കണം, ഊണ് മാത്രം കൊടുത്താൽ മതി. അതിന് 8 അണയാണ്. ഊണ് മേടിച്ച് കൊടുക്കുകയൊന്നും വേണ്ട, 8 അണയും കൊടുത്ത് വെച്ചാൽ മതി. അവൻ ചിലപ്പം ഒരു കാലായിരിക്കും മേടിച്ച് കഴിക്കുന്നത്. അതാണോ ഊണ് കാണോ, അതിൽ കാശ് കാണുമല്ലോ. എല്ലാവർക്കും 1 രൂപ വെച്ച് കൊടുക്കും. ഇവിടെ വെച്ച് കൊടുത്ത് അങ്ങോട്ട് പിരിയും. വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങോട്ട് പോരുകയും ചെയ്യും. അതാണ് സമരം. ഏതെങ്കിലും അടുത്ത് പിക്കറ്റ് ചെയ്യും. എന്നിട്ട് അതിലെ പിക്കറ്റ് ചെയ്യുന്ന കുറച്ച് ആളുകളെ അറസ്റ്റ് ചെയ്തവരെ അകത്തോട്ട് വിടും, പിറ്റേ ദിവസം പറഞ്ഞു വിടും. അങ്ങനെയൊക്കെ ആയിരുന്നു രീതികൾ.
എന്ന് കണ്ട് ഈ പോകുന്ന വഴിക്കെല്ലാം വഴക്കുണ്ടാക്കും, ആരും അങ്ങോട്ട് അടിയുണ്ടാക്കും, വഴക്കുണ്ടാക്കും, പോലീസ് കേസെടുക്കും. ഇതൊക്കെ കഴിഞ്ഞാലും എല്ലാ കേസിലും മണ്ഡലം പ്രസിഡന്റ് ഒരു പ്രതിയാണ്, ഒന്നാം പ്രതിയാണ്. എത്ര കേസുകൾ വന്നിട്ടുണ്ട്? 24 കേസുണ്ടായിരുന്നു. ഈ മോചന സമരം കഴിഞ്ഞപ്പോൾ ഈ കിഴക്കൻ പ്രദേശത്ത് നിന്ന് ഏത് കേസ് വന്നാലും KJ മാത്യു പ്രതിയാണ്. എല്ലാത്തിനും ഇന്ത്യൻ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കിട്ടുന്ന. അല്ലാതെ ഞാൻ വഴക്കിനൊന്നും പോകാറൊന്നുമില്ല. ഒട്ടത്തും സമാധാനം പറഞ്ഞിട്ടേ ഉള്ളൂ. മൈക്ക് KK നാരായണൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മൈക്ക് പിടിച്ചുകൊണ്ട് തോളെ വെച്ചുകൊണ്ട് പോയവരുണ്ട് ഞങ്ങളുടെ കൂടെ. അതാണ് ചുമ്മാ നോക്കി നിന്നു. ഭരിക്കുന്ന പാർട്ടിയുടെ അതാവാം. ഞാൻ പറഞ്ഞ ഞാൻ ക്ഷമിക്കണം, അത് ആ പിള്ളേർക്ക് വട്ടാം എന്നുള്ള രീതിയിൽ പുള്ളിയോട് സംസാരിച്ചങ്ങ് പോയി. അത് കഴിഞ്ഞ് അതിന് കേസ് വന്നു. ഞാൻ ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോൾ അരി ഓർത്ത് ഞാൻ പോയി നാരായണനെ അടിച്ചെന്നാണെന്ന് ഓർത്തു. ഏതായാലും എല്ലാ കേസും കാപ്പൻ സാറ്, ദേവസ്യ കാപ്പൻ എന്ന് പറഞ്ഞ ഒരു പഴയ സീനിയർ വക്കീലുണ്ടായിരുന്നു. ജോസ് കാപ്പന്റെ പിതാവ്. ജോസ് കാപ്പന്റെ പിതാവല്ല, അമേരിക്കയിൽ പോയ ജോസ് കാപ്പന്റെ പിതാവ്. ശരി. അപ്പം ഇപ്പോഴത്തെ ചാച്ചയുടെ അക്കൗണ്ടന്റിന്റെ ഫാദർ തൊമ്മച്ചനാണ്. ശരി ശരി. ആ തൊമ്മച്ചൻ എന്ന് പറയുന്നത് ഈ വക്കീലിന്റെ അനിയനാണ്. ശരി. വക്കീലിന്റെ വീടിന്റെ തൊടുത്ത ആ വീട് കണ്ടിട്ടുണ്ടാവും, പഴയ വക്കീലിന്റെ വീടുണ്ടാവും. അവിടെ ധന്വന്തരി വൈദ്യശാലയുടെ വീടിന്റെ, ധന്വന്തരിക്കാരുടെ വീടിന്റെ ഓപ്പോസിറ്റ്. ശരി. അതിന്റെ ഓപ്പോസിറ്റ് ഒരു ഓയിൽ മില്ലും ഉണ്ടായിരുന്നു, അത് അനിയന്റെയാണ്. ശരി. അന്ന് തൊടുപുഴ ഈ വെളിച്ചെണ്ണയുടെ വലിയ കേന്ദ്രമായിരുന്നല്ലോ കൊപ്രയുടെ. എത്രയോ മില്ലുണ്ടായിരുന്നല്ലോ. 20 ചക്ക് 20 ചക്കിൻ്റെ 4 മില്ലുണ്ടായിരുന്നു. അതായത് സാരോപ്ലാസ്റ്റിന് ഒരു മില്ലുണ്ട്, പിന്നെ നമ്മുടെ 20 ചക്കുള്ളത് പുളിമുട്ടിക്കാർക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു, പിന്നെ 10 ചക്കുകളായില്ല. അങ്ങനെ എല്ലാവരും വിക്ടറി എന്ന് പറഞ്ഞ ചക്ക പലരുണ്ട്. അങ്ങനെ ഈ ബിസിനസിന്റെയും കേന്ദ്രമായിരുന്നു. അത് രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ സഹായിച്ചതാണോ, വ്യക്തി എന്ന നിലയിൽ സഹായിച്ചാണോ ഈ നിയമപ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒഴിവായത്? അല്ലല്ല, വ്യക്തിത്വമുള്ളവരല്ല, പാർട്ടിയുടെ പുള്ളി വിമോചന സമരത്തിന്റെ ഒരു യോദ്ധാവായിരുന്നു. വാക്കിലും അഭിപ്രായത്തിലും മറ്റിലും എപ്പോഴും ഇവർക്കെതിരായിട്ട് സംസാരിക്കും. പിള്ളേരുടെ കേസൊക്കെ ഞാൻ ഏറ്റെടുത്താവുന്ന പുള്ളിയൊക്കെ ആയി. ശരി. കാലത്തെല്ലാം പുള്ളി കൊടുത്തു. ശരി. അപ്പം ഞങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞും അവധിയൊക്കെ ഉണ്ടായിരുന്നു, അതിന് മുന്നേ അവധി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ സാറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ ഓരോ കേസിൻ്റെയും കാര്യങ്ങൾ പറയുമ്പോൾ അത് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അത് പുള്ളിക്ക് ദേഷ്യം വരും പെട്ടെന്ന്. എന്നാൽ നീ അങ്ങ് വാദിച്ചു എന്ന് പറയായിരുന്നു. അതുകൊണ്ട് ആ സ്വഭാവം ഉണ്ടായിരുന്നു. ആ KT ദേവസ്യകാപ്പൻ്റെ ജൂനിയേഴ്സാണ് KT തോമസ്, MO തോമസ്, ജോസ് കുറ്റ്യാനി, പ്ലാക്കൂട്ടം, സെബാസ്റ്റ്യൻ പ്ലാക്കൂട്ടം, ഞാൻ അറിയുന്നവരാണ്. പിന്നെ വേറെ നല്ല വക്കീൽമാർ വേറെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ശരി. ദേവസ്യകാപ്പനും പിന്നെ ഒരു ചെമ്പരത്തി, അത് സിവില്, പിന്നെ ഒരു അയ്യര്, ഇങ്ങനെ 2-3 പേരായിരുന്നു തൊഴിൽ ഏറ്റവും പ്രധാന ആളുകൾ. ദേവസ്യകാപ്പൻ പാലാക്കാരനാണ്. ശരി. ആ ചെറിയാങ്കാപ്പൻ്റെ കസിനാണ്. ശരി. MP യുടെ. ആ പുള്ളി എല്ലാം ഏറ്റെടുത്തു. പിന്നെ മിനിസ്ട്രി വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്നാളുകളുടെ കാര്യം വന്നപ്പോൾ കേസെല്ലാം പിൻവലിച്ചു. ഒന്നും ഞങ്ങളാരും. അപ്പോൾ ആ സമയത്തേക്കും അധ്യാപന ജോലിയിലും ഇല്ല, അത് കഴിഞ്ഞിട്ടില്ലേ, അത് കഴിഞ്ഞ് 60-ലാണ്. 60 കല്യാണം കഴിഞ്ഞ് 60 ഞാൻ 56-ലല്ലേ, അല്ല 52-ലല്ലേ SLC. 52 അവസാന വർഷം ഈ മുട്ടങ്കാരി ഒരു ടീച്ചർ സെൻറ്റ് തെരേസസ് പഠിച്ച് BA പഠിച്ച് വന്നിട്ട് ജോലി ഇവിടെ കൊടുത്തു. അത് ട്രെയിനിങ് ഒന്നുമില്ല അവർക്ക് ഒരു എടുത്ത് വന്നു കഴിഞ്ഞപ്പം 10ാം ക്ലാസ്സിൽ അവർക്ക് ഒരു ക്ലാസ് കൊടുത്തു, സിവിക്സ്, അതോ ജോഗ്രഫിയോ, അങ്ങനെ അത് ഒരു പീരീഡോ ഉണ്ടായിരുന്നുള്ളൂ. അതിന് അവർ വരും. അങ്ങനെ പരിചയപ്പെട്ടിട്ടൊരു സ്ത്രീ, ഒരു ചെറുപ്പക്കാരി, അതിൽ ഞങ്ങളെക്കാളും ഒരു 3 വയസ്സ് ക്ലാസ്സിലെ പ്രായം കുറഞ്ഞതിൽ ഒരാളെ ഞാൻ. ചില ചേട്ടന്മാരെക്കാളും പ്രായം കുറവായില്ല അവർക്ക്. കാരണം ഞാൻ 4th പഠിക്കുമ്പോൾ ഇവിടെ ഹൈസ്കൂളൊന്നും അതിന് മുമ്പ് ഇല്ലാതിരുന്നുകൊണ്ട് 4 കൊല്ലം 5 കൊല്ലം മുമ്പ് ഫോർ പാസ്സായവരും 4th ചേർന്നു. ശരി. അപ്പം 4th ഞങ്ങൾ 50 പേര്, 55, 60 പേരോളം ഉണ്ട്. SLC എഴുതിയവർ 40 പേരേ ഉള്ളൂ. തന്നെ ഒത്തിരി പേര് പോയി. ആ 40 പേര് കഴിഞ്ഞ് പാസ്സായി വന്നപ്പോഴാണ് അന്ന്. അപ്പോൾ ഈ സ്കൂളിൻ്റെ കാലത്തൊരു കഥയുണ്ടായി, അതുകൊണ്ട് പറയുന്ന രസകരമാണ്. ഈ പുതിയ സ്കൂളുകളും വിദ്യാഭ്യാസമൊക്കെ വരും, പിള്ളേരെല്ലാം ജയിക്കണമെന്ന് അച്ഛൻ മാനേജ്മെൻറ്റിനും സാറന്മാർക്കും പിള്ളേർക്കൊക്കെ ആഗ്രഹമുണ്ട്. അതിന് ജയിപ്പിക്കാനായിട്ട് ചില ഏട്ടന്മാരുണ്ടായി. അന്ന് തിരുവനന്തപുരത്തു നിന്ന് ഒരു പിള്ള ഇവിടെ വന്ന ഒരു SLC പരീക്ഷയുടെ ഒരു 4 മാസം മുമ്പ് വന്നു.
ഇവിടെ വന്ന് ചുമ്മാ ചായക്കടയിൽ വന്ന് അവിടെ താമസം ഇവിടെ അത് കഴിഞ്ഞ് സാറുമാരൊക്കെ ഒരു ലോഡ്ജുണ്ട് അവിടെ പുറത്തുനിന്ന് വന്ന സാറുമാരാ, ആരും ട്രെയിനിങ് ഇല്ലാത്തവരാ. അന്ന് സാറുമാരെ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ SP കോളേജ് പരീക്ഷ എഴുതിയിട്ടുള്ള ആളുകളെ പോയി നോക്കുക. PA എഴുതിയവരും BSc എഴുതിയവരും മാസ്റ്റേഴ്സ് എഴുതിയവരും, എന്നിട്ട് ഇപ്പോഴത്തെ ക്യാമ്പസ് സെലക്ഷൻ പോലെ ഇറങ്ങി വരുമ്പോൾ തന്നെ ബുക്ക് ചെയ്യുക പഠിപ്പിക്കാനായിട്ട്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൽ നമ്മൾ വിമാന സമരം എല്ലാം കഴിഞ്ഞ കേസുകളിൽ നിന്നെല്ലാം ഒഴിവായി. പിന്നീട് നമ്മൾ ആദ്യം തൊഴിലിലേക്ക് തൊഴിലിലേക്ക് പ്രവേശിച്ചത് ആദ്യം 1957 ഒരു തൊഴിൽ ഞാൻ കണ്ടുപിടിച്ചു. ഇന്നിപ്പം നരേന്ദ്രമോദി പറയുന്നത് സ്റ്റാർട്ടപ്പ്. ശരി. അപ്പോൾ പരസ്യങ്ങൾ കാണാൻ പാടില്ലേ, മൂലധനം ഇല്ലാത്ത ഒരു തൊഴിൽ LIC ഉണ്ടായതാണ് 56. അപ്പോൾ LICയുടെ ഒരു ഡെവലപ്മെൻറ്റ് ഓഫീസർ പരിചയപ്പെട്ടു. ഒരു ഇവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഏജന്റായിരുന്നു. അയാൾ എന്നെ ഇത് കഴിഞ്ഞ കല്യാണം കഴിഞ്ഞാൽ തന്നെ ഇൻഷുർ ചെയ്യണമല്ലോ, അതാണല്ലോ അതിൻ്റെ രീതി. ശരി. ആൾ വന്ന് ഇൻഷുറൻസ് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഇതിനെ ഫസ്റ്റ് ഇയറിൽ ഉള്ള പ്രീമിയം എനിക്ക് 500 രൂപയായിരുന്നു ആണ്ടരി വേണ്ടത്, അതിൽ 4 തവണയായിട്ടാണ്. അപ്പോൾ അതിൻ്റെ 25% ഏജൻറ്റിൻ്റെ കമ്മീഷനാണ്. ഇതൊരു ഭയങ്കര കമ്മീഷനാണല്ലോ എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയേ ഉള്ളൂ. അപ്പോൾ പുള്ളി ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് പുള്ളി എത്താൻ 6 കഴിഞ്ഞ് പുള്ളി നിർത്തി ഈ പണി. പുള്ളിക്ക് നേരം ഉണ്ടില്ല, സാമ്പത്തികവും വലിയ മോശമൊന്നുമില്ല അങ്ങനെ. അത് നിർത്തി കഴിഞ്ഞപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് ഓഫീസർ കൊച്ചെന്ന് പറഞ്ഞ ഒരാളാണ്, അക്ഷയ് എബ്രഹാം. ശരി. അയാളുടെ ചേട്ടന് തൊടുപുഴ നമ്മുടെ ഒരു മെഡിക്കൽ ഷോപ്പ് നടന്നു ആ കവലയിൽ. ഒരു വലിയ ഇൻസിഡൻ്റ് ഉണ്ടായ മെഡിക്കൽ ഷോപ്പാണ്. അങ്ങാര് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഏജൻസി എടുക്കുക, ഒത്തിരി ചുമ്മാ നടക്കാരും ഒത്തിരി പരിചയക്കാരുണ്ടല്ലോ നാട്ടിലും വീട്ടിലും ഒക്കെ. അതുകൊണ്ട് എല്ലാവരെയും കാണുകയും പറയുകയും ചെയ്താൽ ഇൻഷുറൻസ് എടുക്കും. ഇൻഷുറൻസിന് വേണ്ട മൂലധനം നാക്ക് മാത്രം മതി, ശരി, നന്നായിട്ട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ഏജൻസി എടുത്തു. ഏജൻസി എടുത്തിട്ട് അതായിരുന്നു ആദ്യത്തെ തൊഴിൽ. ശരി. അത് ആ തൊഴിൽ നന്നായിട്ട് കൊണ്ടുപോയി. 6 വർഷം ചെയ്തു. അതിൽ 57 എടുത്തത്. 60 അന്ന് പാലായാണ് ഞങ്ങളുടെ ബ്രാഞ്ച്. ശരി. പാലായിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് എനിക്ക് കിട്ടി. ശരി. അവിടെ അതിനൊരു സമ്മാനം ഉണ്ടായിരുന്നു ഫസ്റ്റ്. അതിന് സമ്മാനം എന്തു വേണം, ഒരു രാഷ്ട്രീയ പ്രവർത്തനം തുടരുന്നതോടൊപ്പം തന്നെ അത് വീട്ടിൽ ചോദിക്കേണ്ട കാര്യമില്ല. പിന്നെ അങ്ങനെ ഞാൻ ഇൻഷുറൻസ് ഏജൻസി എടുത്തു. എനിക്ക് നന്നായിട്ട് 60 എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അപ്പം സമ്മാനത്തിന് പകരം ഞാൻ കാശ് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ അന്നും ഈ ദേശീയ വികാരത്തിൻ്റെ പേരിൽ പ്രൈസ് ബോർഡ് തന്നാൽ മതി എന്ന് പറഞ്ഞു. ശരി. നാഷണൽ എക്സ്ചക്കറിലേക്ക് പോട്ടെ നമ്മുടെ കാശ്. ശരി. അവിടെ പോയി അതിൻ്റെ സമ്മാനം കിട്ടുമോ, അടിക്കുവാണെങ്കിൽ കിട്ടുമല്ലോ, അവസാനം കാശും കിട്ടുമല്ലോ. ശരി. എന്നുള്ള രീതിയിൽ അത് വാങ്ങിച്ചു. അങ്ങനെ ഞാൻ ബിസിനസ് 6 വർഷം ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ വേറെ ലൈനിലേക്ക് മാറിയപ്പം ബിസിനസ് മാറിയപ്പം ഇത് കോമ്പീറ്റ് ചെയ്യല, തന്നെ ഇതൊന്നിച്ചു പോവുകയില്ല. ശരി. ഞാൻ ചിട്ടിയാണ് പിന്നെ തുടങ്ങിയത്. അധ്യാപനം അതിൻ്റെ ഇടയ്ക്കൊരു ചെറിയ അത് ജോലിയാ. അത് ചിട്ടിയിലേക്ക് മാറിയത് കൊണ്ട് ഇത് ചിട്ടിയിലേക്ക് മാറുന്ന കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനം. പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിച്ചില്ല, 65 വരെ ഉണ്ട്. ശരി. ആ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്, ചിട്ടിയുണ്ട്, ഇതുകൊണ്ട് തന്നെ LIC ഏജൻസി ഉണ്ട്. അതൊക്കെയാണല്ലോ LIC ഏജൻസിയുടെ സ്ഥാപിച്ച ചിട്ടി കമ്പനിയാണ്. ചിട്ടിയായിട്ട് 60 തന്നെ 61 സ്ഥാപിച്ച. ശരി. ശരി. അത് പോട്ടെ, സ്കൂളിലേക്ക് വരാം. ഞാൻ എന്നിട്ട് ഈ സ്കൂളിലെ ടീച്ചർ പോയപ്പം മാനേജർ എന്നോട് പറഞ്ഞു, മാനേജരൊക്കെ ആയിട്ട് നല്ല പരിചയമായി, വിമോചന സമരമൊക്കെ നടത്തി അറിയപ്പെടുന്ന ആളല്ലേ, എല്ലാവരുടെയും പെറ്റാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, സ്കൂളിൽ വീണ്ടും വേക്കൻസി ഉണ്ട്, മാറ്റിന് നേരമുണ്ട്, പഠിപ്പിക്കാമെന്ന് ചോദിച്ചോ. ഞാൻ പറഞ്ഞു റെഡി. ഹിസ്റ്ററി അല്ലേ, സോഷ്യൽ സർവീസ് അല്ലേ, അല്ല സോഷ്യൽ സയൻസ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് പെമ്പള്ളിക്കൂടത്തിലായിരുന്നല്ലോ അന്ന്. അത് 2 സ്കൂൾ, അത് ആണുങ്ങൾക്ക് പള്ളിക്കൂടവും പെണ്ണുമ്പോൾ ഈ ടീച്ചർ പെമ്പള്ളിക്കൂടത്തിലായിപ്പോയി. ഞാൻ പഠിപ്പിക്കുമ്പോൾ അന്ന് ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഹൈസ്കൂളില്ല. ഞാൻ പോന്നു കഴിഞ്ഞ് ഹൈസ്കൂൾ ഉണ്ടാക്കി. ശരി. അപ്പോൾ എന്നെ ഗേൾസ് സ്കൂളിൽ അന്ന് 5th ക്ലാസ് ടീച്ചറായിട്ട് പോസ്റ്റ് ചെയ്തു. എനിക്ക് 3 ക്ലാസ്സിലും ടീച്ചർ എവിടെയെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഉണ്ടായിരുന്നു. ശരി. അതുകൊണ്ട് ഒരു 3 മാസമേ പഠിപ്പിച്ചുള്ളൂ. ആ 3 മാസം കൊണ്ട് ഞാൻ ഉണ്ടായിരുന്ന എല്ലാ പിള്ളേരുമായിട്ടും പരിചയപ്പെട്ടു, ആ പിള്ളേരുമായിട്ടും പരിചയപ്പെട്ടു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് സ്പോർട്സ്
എല്ലാ അപ്പൊ ഈ കാരണത്താലാണ് എക്കാലവും ആളുകൾ അങ്ങേ സാറ് പിന്നെ മുകളിലാണ് പന്നാണേലും ഒരു BA ഒക്കെ പാസ്സായി വന്നു കഴിഞ്ഞാൽ ഇവിടെ ആളുകൾ സാറേ എന്നൊക്കെ വിളിച്ചു. ശരി, പണിക്കാരും ശരി, എല്ലാവരും വിളിക്കും. പിന്നെ അസൽ സാറായത് പിള്ളേരുടെ സാറായില്ല. ശരി, ശരി. അപ്പോൾ സ്കൂളിൽ പഠിപ്പിച്ചു. അപ്പോൾ പിന്നെ ഞാനിവിടെ ആയതുകൊണ്ട് സ്കൂളുമായിട്ട് നല്ല ബന്ധമായി. ശരി. പിന്നെ സ്കൂളിൽ നാടകങ്ങൾ, സ്കൂളിൽ പോന്നു കഴിഞ്ഞിട്ടും നാടകവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനും കൂടും നാടകത്തിന്. ശരി. അങ്ങനെ സ്കൂളുമായിട്ടൊരു ബന്ധമായിരുന്നു. അങ്ങനെ സ്കൂളിൽ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴാണ് ചിട്ടി തുറന്നത്. ശരി. 61 ഞങ്ങൾ ബാങ്ക് കിടങ്ങുന്നത്. ബാങ്ക് കിടങ്ങുന്നത് വലിയ കഥയാണ്, അത് വേറെ പറയണം. അത് ചിട്ടി തുടങ്ങി കഴിഞ്ഞപ്പം അവിടെ ഒരു ട്യൂട്ടോറിയൽ കോളേജുണ്ട്. ശരി. വിജയ കോളേജ്. ശരി. അന്ന് കൂടുതൽ പിള്ളേരും തോക്കുന്നവരാ. ഒരു 80% ജയിക്കുള്ളല്ലോ. ഞാൻ SSLC എഴുതിയപ്പോൾ തന്നെ ഞങ്ങൾ 5 പേരെ ജയിച്ചുള്ളൂ, ബാക്കിയെല്ലാം തോറ്റുപോയി. അത് അന്നൊക്കെ മൂവാറ്റുപുഴയൊക്കെ പോയി അവരൊക്കെ പഠിച്ച്. ഇവിടെ മുട്ടത്തെ ഒരു BSc തിരുമേനി, സുവോളജി BScക്കാരന് ഒരു ചാക്കോ സാറും കൂടി ഒരു വിജയ കോളേജ് എന്ന് പറഞ്ഞ കോളേജ് തുടങ്ങി. എന്നോട് ചോദിച്ചു, ഇങ്ങനെ നടക്കുകയല്ലേ, പഠിപ്പിക്കാവുന്നു. ഞാൻ അങ്ങനെ 2 വർഷം കോളേജ് അധ്യാപകനായി. ശരി. ഞാനും എൻ്റെ പാർട്ട്ണർ വേറൊരാളുണ്ടായിരുന്നു, BComകാരനാണ്. പുള്ളി മാത്തമാറ്റിക്സും ഞാൻ സോഷ്യൽ സ്റ്റഡീസ്, ഇംഗ്ലീഷും മലയാളം അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ജീവിതയാത്രയിൽ ആദ്യം LIC ആവുന്നു, പിന്നീട് അധ്യാപകനാവുന്നു, മണ്ഡലം പ്രസിഡന്റും ഇതെല്ലാം ഈ മുട്ടത്തിലാണെന്ന് നമ്മൾ ഓർക്കണം. ശരി, ശരി. ചിട്ടി കമ്പനി തുടങ്ങുന്നത് 62-ലാണ്. ശരി. 61 വലിയൊരു സംഭവം ഉണ്ടായത്, ഈ പാലാ സെൻട്രൽ ബാങ്ക് പൊട്ടി. ശരി. പാലാ സെൻട്രൽ ബാങ്ക് പൊട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വലിയൊരു, ഇന്നത്തെ ഫെഡറൽ ബാങ്ക് പോലെ ഒരു ബാങ്കായിരുന്നു അന്ന്. അത് അവരുടെ കയ്യിലിരിപ്പുകൊണ്ട് പൊട്ടിയതാണ്, മിസ്മാനേജ്മെൻറ്റ് കൊണ്ടാണ്, അല്ലാതെ മൊറാർജി പൊട്ടിച്ചതാണെന്നൊക്കെ അന്ന് പറയും. എങ്കിൽ തന്നെ പിന്നെ ഞാൻ മനസ്സിലാക്കിയത്, ഈ ഭയങ്കരമായ ഡെപ്പോസിറ്റൊക്കെ ഉള്ള അതെല്ലാം ഇവന്മാർ ഒട്ടുകാപ്പള്ളി ഉൾപ്പെടെ ഉള്ള ആളുകളെ ഇറക്കുകയും കേരളം മുഴുവൻ തോട്ടം ഉണ്ടാക്കുകയും ചെയ്തു. ആ തോട്ടത്തിൽ നിന്ന് പൈസ സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല, ഡെപ്പോസിറ്റേഴ്സിന് കൊടുക്കാനൊന്നും. എല്ലാ സമയം ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലെ തന്നെ അത് തിരിച്ചടയ്ക്കാൻ മേലാതെ വന്ന അവസ്ഥ വന്നപ്പം പെട്ടെന്ന് റണ്ണുണ്ടായപ്പോൾ ബാങ്ക് പൊട്ടി. ശരി. ബാങ്ക് പൊട്ടിയപ്പം ലിക്വിഡേറ്റ് ചെയ്തു. ശരി. ആ ലിക്വിഡേഷൻ്റെ കൂടെ ഈ മരം ചേട്ടമരം പോകുന്ന പോലെ തന്നെ ചെറിയ ബാങ്കുകൾ ഒരുപാടുണ്ടായിരുന്നു. ഫെഡറൽ ബാങ്ക്, ഫെഡറൽ ബാങ്ക് പോയില്ല, കൊച്ചിൻ ബാങ്കും ഫെഡറൽ ബാങ്കും ചെറുതാണ്. വലിയ ബാങ്കുകൾ കോട്ടയത്തുള്ള കോട്ടയം ബാങ്ക്, കോട്ടയം ഓറിയന്റ് ബാങ്ക്, ഓറിയന്റ് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, നായർ സർവീസ് ബാങ്ക്, ഇങ്ങനെ ഒരു 6-7 ബാങ്കുകൾ എല്ലാം പെൻഡിങ്ങിലായി. എല്ലാവർക്കും റണ്ണായി. അപ്പം ഗവൺമെൻറ് മൊറട്ടോറിയം ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞ് 6 മാസത്തേക്ക് കിടക്കുന്ന കാശിനൊന്നും പലിശയില്ല, ആർക്കൂട്ടും എടുക്കത്തുമില്ല. അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് സ്റ്റില്ലായി പോയായിരുന്നു ഇവിടം. അതും ശരിക്കും ഈ അന്നത്തെ മാർക്സിസ്റ്റുകാരും ഈ കോൺഗ്രസ് വിരുദ്ധരും ഒക്കെ മുതലെടുത്തു. കോൺഗ്രസ് ആണ് ഇതൊക്കെ ചെയ്തത്. ആ സമയത്ത് ഈ ചിട്ടി കമ്പനിയോടൊപ്പം തന്നെ ഫൈനാൻസ് അത് തുടങ്ങാൻ കാര്യം, എൻ്റെ കൂടെ പാലാ സെൻട്രൽ ബാങ്കിൽ BCom പാസ്സായി കഴിഞ്ഞ് എൻ്റെ ഒരു ബന്ധുവാണ്. അങ്ങാരെ ബന്ധു എന്ന് പറഞ്ഞ ഒരു പെങ്ങളുടെ കല്യാണം കഴിച്ചാണെന്ന് ബന്ധുവാണ്. അങ്ങാര് BCom കഴിഞ്ഞ് തൊടുപുഴ പാലാ സെൻട്രൽ ബാങ്കിൻ്റെ അക്കൗണ്ടൻ്റായിരുന്നു. MA തൊമ്മൻ BCom. പുള്ളി പ്രസ്ഥാനക്കാരനാണ്. പുള്ളി ബാങ്ക് പൊട്ടിപ്പോയപ്പോൾ പുള്ളിക്ക് പണിയില്ലെന്നായി. അപ്പോൾ പുള്ളിയും കൂടെ ചേർന്ന് വേറെ മുട്ടത്ത് പുള്ളി ഫൈനാൻസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു, ഈ പല ബാങ്കിൽ നിന്ന് ഫൈനാൻസ് കൊപ്ര ഈട് വെച്ച് കാശ് കൊടുക്കും. അയാൾക്ക് ഇല്ലെന്നായി പോയി. പിന്നെ അയാളുടെ കൊപ്ര നഷ്ടപ്പെടാതെ മറ്റേ ആൾ രക്ഷിച്ചു. നേരത്തെ കൊപ്ര മാറ്റാൻ പറഞ്ഞു. അങ്ങനെയുള്ള ബന്ധം കൊണ്ട് അയാൾ പറഞ്ഞു, തൊമ്മ ബാങ്ക് പൊട്ടിട്ട് നമുക്ക് അങ്ങ് തുടങ്ങാമെന്ന് പറഞ്ഞു. ശരി. അങ്ങനെ ചുമ്മാ ഇന്നത്തെ പോലെ ഒരു മണി ലെൻഡിങ് തുടങ്ങി, സ്വർണ്ണപ്പണയം. അന്നൊക്കെ സ്വർണ്ണപ്പണയം എന്ന് പറയുന്നതൊന്നും നാട്ടിലില്ല. ശരി. അത് വല്ല വീടുകളിലും സ്വർണ്ണമൊക്കെ വെച്ച് വല്ലവരും കാശ് മേടിക്കുകയുള്ളൂ. ഞങ്ങൾ എന്ത് ചെയ്തു, മൂവാറ്റുപുഴ പോയി ലേലം ചെയ്ത് സേഫ് ലേലത്തിൽ പിടിച്ചു. ഉരയ്ക്കുന്ന കല്ല് മേടിച്ചു, തൂക്കുന്ന ത്രാസം മേടിച്ചു. എന്നിട്ട് കൊണ്ടുവന്ന് മുട്ടത്തിൽ ഓയിൽ മില്ലിൻ്റെ പുറകിൽ ഒരു അട്ടിയുണ്ട്, അട്ടിക്കകത്ത് ഇതുകൊണ്ട് സേഫൊക്കെ വെച്ചു. അവിടെ ഇരുന്ന് പുറത്ത് എഴുതി വെച്ചു, സ്വർണ്ണപ്പണയത്തിന്മേൽ പണം കിടക്കണം എഴുതി വെച്ചു. അങ്ങോട്ട് കടം കൊടുക്കാൻ തുടങ്ങി. അതിനകത്ത് ഡെപ്പോസിറ്റ് എത്രയാണെന്ന് പറയാം, മൂലധനം
1500 രൂപ വെച്ച് ഞങ്ങൾ 3 പേര്. എന്നോട് ഈ തൊമ്മൻ പറയായത് മാത്യു കൂടുന്നുണ്ടോ, ഞങ്ങൾ ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ പോവുക, അപ്പം ഞങ്ങളൊന്നിച്ച് പഠിപ്പിക്കില്ല. ഞാൻ പറഞ്ഞു ഞാനും കൂടാന്ന് പറഞ്ഞു. ഞാനിവിടെ ഒന്ന് പാപ്പനോട് പാപ്പൻ അപ്പനെ ശരി ചോദിച്ചപ്പോൾ ഇങ്ങനെ പണയം എടുക്കാൻ പോവുക, ബാങ്ക് പോലെ ഇറങ്ങാൻ പോവുക. അതിനകത്ത് നമ്മളന്ന് എനിക്കിന്ന് ബാങ്കിൽ പല ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, ഇവിടുത്തെ കാര്യമൊക്കെ കാശൊക്കെ ഞാനാ കൈകാര്യം ചെയ്തു. അതും വലിയ കഥയാണ്, ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കിയത്. അപ്പം ബാങ്കിൽ പോയിട്ടുമില്ല, കാശ് ഇട്ടിട്ടുമില്ല, ഒന്നുമില്ല. ഇടാനിടയായ ഒരു സാഹചര്യം വേറെ ഉണ്ടായി. അതൊന്നും ഇതിൽ പറയാൻ കൊള്ളുന്ന ആവശ്യമില്ല. അത് ബാങ്കിൽ നിന്ന് നമ്മുടെ കുറേ കാശ് പോയി, പിന്നെ ഉള്ള കാശ് ഒരിക്കലും കൊടുത്തിട്ടില്ല. ആ കാശ് കുറേ തന്നു. പിന്നെ ബന്ധുക്കളോട് മേടിച്ചു, എൻ്റെ വശത്തു നിന്ന് ബന്ധുക്കളോടൊക്കെ മേടിക്കാവുന്ന മേടിച്ചു, ഔസേപ്പിയേട്ടനെ മേടിക്കാവുന്ന മേടിച്ചു. 3 മാസം കൊണ്ട് ഞങ്ങളൊരു 61 ഓഗസ്റ്റ് 28-ാം തീയതിയാണ് തുടങ്ങിയത്. അത് തുടങ്ങി 62 ഒരു 2-3 പാർട്ട്ണർമാരെ അങ്ങോട്ട് ചേർത്തു, പിന്നെ രജിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ചിട്ടി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുടങ്ങനാട് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബോർഡ് മെമ്പറായിരുന്നു 57 മുതൽ 60 വരെ. അത് രസകരമാണ് കേട്ടോ. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലത്ത് ഗവൺമെന്റ് നോമിനിയായിട്ട് എന്നെ തുടങ്ങാനെടുത്തു. ശരി. ഇവിടെ നിന്ന് പഞ്ചായത്ത് വേണമായില്ല, ഗവൺമെന്റ് ഓരോ ബാങ്കിനും ഗവൺമെന്റ് നോമിനിയുണ്ട്. അപ്പോൾ എൻ്റെ പേര് എഴുതി വെച്ചു. ഞാൻ തുടങ്ങാട് ബാങ്കിൻ്റെ ഡയറക്ടറായി. അത് കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ മുട്ടം ബാങ്കിൻ്റെ ഡയറക്ടറായി 60-ൽ നല്ല അത് ഇലക്ഷനായിരുന്നു. ബാലറ്റ് ഇലക്ഷനിൽ ഞാൻ നിന്നു. എനിക്ക് കൂടുതലോട്ട് കിട്ടി. ഞാൻ എന്നിട്ട് ഡയറക്ടറോട് വന്നു. അത് പ്രസിഡന്റ് വേറൊരു ആളായിരുന്നു, ഞാൻ ട്രഷററായിരുന്നു. അന്ന് ട്രഷറർമാരുണ്ട്. ഈ സർവീസ് ബാങ്കിൻ്റെ പണമെല്ലാം ട്രഷറർമാർ വേണം സൂക്ഷിക്കാൻ. സെക്രട്ടറി വേറെ. സെക്രട്ടറി വർക്ക് ചെയ്യാൻ പിടിക്കാൻ വൈകുന്നേരം എണ്ണി കൂട്ടി ട്രഷറർ ഒപ്പിടണം. അങ്ങനെയാണ് നിയമം. പക്ഷെ ഞാൻ ആഴ്ചയിലൊന്നൊക്കെ പോകാറുള്ളൂ. സെക്രട്ടറി അങ്ങ് വിശ്വസിക്കും. അങ്ങനെ ഒരു 6 മാസം അവിടെ നിന്നുകൊണ്ട് ഈ പണിയെല്ലാം ഞാൻ പഠിച്ചു. ബാങ്കിൻ്റെ പണി, ചിട്ടിയുടെ പണി, അന്നൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ അതായിരുന്നു എൻ്റെ മൂലധനം. ആ ജയിലില് മറ്റേ ആൾ ബാങ്കിൻ്റെ മൂലധനം. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയതാണ് ഫുട്രാനൽ ഫണ്ട്. ഇപ്പം ഞങ്ങളത് ബാംഗ്ലൂർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് നടത്തുന്നു. മക്കളാവട്ടോ ഞാൻ. അത് കഴിഞ്ഞ് സ്കൂളിൽ പഠിപ്പിച്ചു. പിന്നെ എന്തെന്നാ വേണ്ടത്, ഫുട്രാനൽ ഫണ്ടിലേക്ക് തുടങ്ങി. പിന്നെ എന്നാ ചോദിക്കണം, ഇത് അങ്ങ് മദ്യ കടന്നു വന്നൊരു സാഹചര്യം ഉണ്ടല്ലോ. അതെ, മദ്യം എന്ന് പറയാം. മദ്യ വ്യവസായ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചിട്ടി നടത്തിക്കൊണ്ടിരുന്നപ്പം ഞങ്ങൾക്ക് ഒരുപാട് ഇതുണ്ട്. ആളുകൾ ചിട്ടി ചേരുകയും അതുപോലെ തന്നെ ഞങ്ങളുടെ പണം ഈ സ്വർണത്തിനല്ലാതെ തന്നെ ആൾ ജാമ്യത്തിന് കൊടുക്കുന്ന രീതി വന്നു. അപ്പം നല്ല ആളുകൾ പറഞ്ഞാൽ പൈസ പറഞ്ഞാലും അത്യാവശ്യ കാര്യത്തിനൊക്കെ കൊടുക്കും. അങ്ങനെ തൊടുപുഴ ഒരു അബ്കാരി കോൺട്രാക്ടർ ഞങ്ങളുടെ ഒരു നല്ല പ്രവർത്തകരായിരുന്നു. അങ്ങനെ ഈ നമ്മുടെ ഈ ഷാപ്പിൻ്റെ ലേല സമയത്തെ പണം തികയല്ലോ. ഞങ്ങളോട് ഇങ്ങനെ ഒന്നും ചോദിക്കുമായിരുന്നു. ചോദിച്ചാൽ അപ്പോൾ പറയാം. അഡ്വക്കേറ്റ് എൻ ജെ മാത്യുവിൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. എൻ ജെ മാത്യു പറഞ്ഞു, ആദ്യം തൊടുപുഴ അറിയപ്പെടുന്ന ആളല്ലേ. അങ്ങാരും പിന്നെ കൊച്ചുപറമ്പിലെ നമ്മുടെ പഴയ MLA ഇല്ലേ, കെ എൻ ജോർജ് സാറിൻ്റെ മകൻ രാജു എന്ന് പറഞ്ഞൊരു പയ്യൻ, അങ്ങാരും കൂടെ കൂട്ടുകൂടിയിട്ട് തൊടുപുഴ കള്ളുഷാപ്പ് പിടിക്കണം.